ഹായ് എവരിബഡി. അപ്പം ഞങ്ങൾ രാവിലെ കുളിച്ചൊരുങ്ങി ദുബായിലോട്ട് പോവാണ്. അപ്പം ജസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. കയറി വിഷ്ണുവേട്ടൻ ചെറിയൊരു സ്നാപ്പ് എടുത്തു. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിന് വെളിയിലിറങ്ങി നടക്കുകയാണ്. കുറച്ച് മുന്നോട്ടിങ്ങനെ നടന്നു പോവാണ്. നമ്മളെങ്ങോട്ടാ പോണേ? അതെ, നമ്മൾ ദുബായിലോട്ടാണ് നമ്മൾ ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ താമസിക്കുന്നത് അൽനാദ സൈഡിലാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 6 മിനിറ്റ് നടക്കാൻ മാത്രമാണുള്ളത് ദുബായ് ബോർഡറിലോട്ട്. അവിടെ നിന്ന് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ഈ കാണുന്നത് സഹാറ സെൻറ്ററാണ്. ഇത് നമ്മുടെ റൂമിനടുത്തുള്ള ഏറ്റവും വലിയൊരു മോളാണിത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 6-7 മിനിറ്റാണ് നമുക്ക് ടാക്സി കിട്ടാൻ വേണ്ടിയിട്ട് ദുബായിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ വെറുതെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ജസ്റ്റ് ഡ്രാഫ്റ്റിംഗ് മെമ്മറീസ് അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നടന്നു ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലെത്തി ഇങ്ങനെ പതിയെ ഇങ്ങനെ നടന്ന് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. വെയിൽ ഒടുക്കത്തെ വെയിലാണ് ഇവിടെ. പിന്നെ UAE വെയിൽ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 45-48 ഡിഗ്രിയാണ്. ഞങ്ങൾ ആ വെയിലത്ത് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് സഹാറ സെൻ്ററിൻ്റെ ബാക്ക് സൈഡിലായി. ദെൻ ഞങ്ങൾ ജസ്റ്റ് ഒരു കാർ പാർക്കിംഗ് ഉണ്ട് സഹാറ സെൻ്ററിൻ്റെ, അതിൻ്റെ അകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ദുബായ് ഷാർജ ബോർഡറിൽ വന്നു. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാർജ സൈഡിൽ കൂടെയാണ്. ആ ഒരു വേലി കണ്ടില്ലേ, ആ വേലിയുടെ അപ്പുറത്താണ് ദുബായ് വരുന്നത്. അപ്പോൾ ദുബായിൽ ചെന്നിട്ട് വേണം നമുക്ക് ടാക്സി വിളിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഇവിടെ ടാക്സി ഇവിടെ പാർക്കിങ്ങിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ടാക്സിയിൽ കയറി. വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ്. വണ്ടി കയറിയതിന് ശേഷം പുള്ളി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഞങ്ങളങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി കുറച്ച് പ്രോയാണെന്ന് തോന്നുന്നു. കണ്ണാടിയൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിലാണ് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആൾ നല്ല സേഫായിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റില്ല, നമ്മൾ എല്ലാ ദിവസവും വരുന്ന റൂട്ടാണെങ്കിൽ കൂടി നമുക്ക് എപ്പോഴും ദുബായ് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് കാണുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. ആ ഒരു ഫ്രഷ്നെസ് ദുബായ് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ബ്ലോക്കില്ല, കാരണം 11 മണിക്ക് ശേഷം വലിയൊരു ബ്ലോക്കില്ല. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനും വളരെ നല്ല ഒരു കംഫോർട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ഒരു റേഞ്ച് റോവർ പോകുന്നുണ്ട്. ഇതാണ് മെട്രോ. എന്തായാലും വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഒരു മെട്രോ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ മെട്രോ ഒക്കെ കണ്ടു. ഇങ്ങനെ ജസ്റ്റ് ഒരു 10-50 സെക്കൻഡ്സ് എത്ര ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്തു തുടങ്ങി. ഇത് ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ഇടുന്നത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് മെമ്മറീസ് ഒന്ന് സേവ് ചെയ്യാം, അത്രേ ഉള്ളൂ. ആ ഒരു ഇൻറ്റൻഷൻ കൂടി മാത്രമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. വോയിസ് ഓവർ ഞാനും വിഷ്ണുവേട്ടനും കൊടുക്കും. അപ്പോൾ നമ്മളൊരു ഫ്ലൈറ്റിനെ കാണുന്നുണ്ടല്ലോ, ഫ്ലൈറ്റൊക്കെ പോയി. പിന്നെ ഇത് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അവിടെ എമിറേറ്റ്സ് നമുക്ക് കാണാം. പിന്നെ ഫ്ലൈ ദുബായ് ആണെന്ന് തോന്നുന്നു. ഫ്ലൈ ദുബായിയുടെ ഒരു ഫ്ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞില്ലല്ലോ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബുർജുമാനിലേക്കാണ്. ഇപ്പം ബുർജുമാനിൽ ഞങ്ങളെത്തി. ഏത് ഡെസ്റ്റിനേഷനിൽ എത്തിയാലും എൻ്റെ കുട്ടിക്ക് ഒരു വീഡിയോയും ഒരു ഫോട്ടോയൊക്കെ പതിവുണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് കൂടിയുണ്ട്. ആ സർപ്രൈസിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളമായി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സർപ്രൈസ് വന്നുകൊണ്ടിരിക്കണു. എത്തി വന്നു. ഇതാണ് ഞങ്ങളുടെ സർപ്രൈസ്. അനന്തനും ചേച്ചിയും അളിയനും എൻ്റെ ബ്രദറും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ സർപ്രൈസ്. വരുന്ന ആളെ കണ്ടോ, അതാണ് ഞങ്ങളുടെ ചേച്ചി. ഇന്ന് ബ്ലോഗ് ഉണ്ട്. ഇനി 2 പേരും കൂടെ വരാനുണ്ട്. അതെൻ്റെ അളിയനും എൻ്റെ അനിയനുമാണ്. അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്കത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാ നമ്മുടെ സാരഥികൾ ഗൈസ്, എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 6 പേരും കൂടെ അങ്ങനെ നടന്ന് ഞങ്ങൾ ചേച്ചി ഞാൻ കുറേ സെൽഫിയൊക്കെ എടുത്തു. ഇവർ ഫ്രണ്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ നടന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നിട്ട് ഞങ്ങൾ ആദ്യം ദേപ്പൂട്ടിൽ പോകാനായിരുന്നു പ്ലാൻ ചെയ്ത്. പിന്നെ പ്ലാനെല്ലാം തെറ്റി ഗൈസ്. ഞങ്ങളങ്ങനെ പാരഗണിലാണ് വന്നത്. പാരഗണിൽ ഞാനും ചേച്ചിയും ബിരിയാണി ഓർഡർ ചെയ്തു. ബാക്കി 4 പേരും മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അപ്പം പാരഗണിലെ ഫുഡൊന്നും പറയണ്ടല്ലോ, അടിപൊളിയാണ്. പാരഗണിലെ ബിരിയാണീസ്
വൺ ഓഫ് ദ ഫേമസ് ബിരിയാണി ഇൻ കേരള, ഇൻ UAE ഓൾസോ. അങ്ങനെ ഞങ്ങൾ കരാമയിലെ പാരങ്ങളിൽ കയറി ബിരിയാണി കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അറ്റാക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതാ പാറു ചേച്ചിയുടെ അറ്റാക്കിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും ഫേമസ്. ഇതാ എല്ലാവർക്കും വന്നിട്ടില്ല, എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഇതാ നോക്കൂ, ഇടവും വലവും അളിയനും അനിയനും. അപ്പം നമ്മൾ പാരങ്ങളിൽ ഫുഡൊക്കെ കഴിച്ചു, ബില്ലൊക്കെ പേ ചെയ്തു, ഒരു സ്പോട്ട് കണ്ടു. ഞങ്ങളവിടെ വെറുതെ വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.